വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും. മാനന്തവാടിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി OR കേളു രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ഇപ്പോൾ തന്നെ ഉണ്ട്. വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൽപ്പറ്റയും ബത്തേരിയും നിന്ന് LDF ഇത്തവണ തിരിച്ചു പിടിക്കും. 3 മണ്ഡലങ്ങളിലും LDF MLA തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിധിയെഴുത്തായിരിക്കും ഏപ്രിൽ 9 നടക്കുന്നത്. 2006 സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വയനാട്ടിൽ നിലനിൽക്കുകയാണ്. UDF നിരന്തരം കള്ളപ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ, അവർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലും ഉള്ള പ്രചരണ രീതികളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വീട് വെച്ച് നൽകാത്തത് വലിയ വാർത്തയായി. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് തറക്കല്ലിടിയിച്ചു. നമ്മുടെ MP കൂടെ ഉണ്ടായിരുന്നു. നാളെ നമ്മുടെ MP വയനാട്ടിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. MP ജനങ്ങളോടൊരു കാര്യം പറയാൻ ബാധ്യതയുണ്ട്. അവർക്ക് തറക്കല്ലിട്ടത് ആളുകളെ പറ്റിക്കാനാണോ, പൈസ ഇല്ലാതെയാണോ തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ദേശീയ നേതാവ് കൂടിയാണ് MP. അവർ ജനങ്ങളോട് പറയാൻ ബാധ്യതപ്പെട്ടതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് വീട് പണിയെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കള്ളക്കണക്കാണെന്ന് രാജ്യത്തിൽ എല്ലാവർക്കും അറിയാം. പണം കൊടുത്ത കോൺഗ്രസ് അനുഭാവികളെയും വിശ്വാസികളെയും പോലും അപമാനിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി നിരന്തരമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ശേഷവും ഒക്കെ ഇന്ന് ദിവസം പണി ആരംഭിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് പണമുണ്ടാക്കി, ഫണ്ടുണ്ടാക്കി, ആ ഫണ്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്ന വലിയ ആക്ഷേപം പത്രങ്ങളിലകം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, സ്ഥലം MLA കൂടിയായിട്ടുള്ള സിദ്ദിഖ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും കാണാൻ വേണ്ടി കഴിയും. ശ്രുതിയുടെ കാര്യത്തിൽ അദ്ദേഹമാണ് 120 ദിവസം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പത്രസമ്മേളനം നടത്തി എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് നിഷേധിക്കുകയാണ്. എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് UDF നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസും തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് വയനാട്ടിലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ NM വിജയൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ, അവരെ മരണത്തിലേക്ക്, ജീവിച്ചിരിക്കുന്നവരെ കൂടി മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഉയർന്നു വന്നിരിക്കുന്നത്. സർക്കാർ അന്വേഷിക്കണം. സർക്കാരൊക്കെ അന്വേഷിച്ചു. വിജിലൻസ് കേസിലെ പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയാണ് IC ബാലകൃഷ്ണൻ. എല്ലാ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രചരണ രീതികൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, കേരളത്തിലെ ഗവൺമെൻറ്റാണ് രാത്രിയാത്രാ നിരോധനത്തിൽ ഇടപെട്ടിട്ടില്ല. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ബഫർ സോണിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, അതുപോലെ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. എത്രമാത്രം ആളുകളെ പറ്റിക്കുന്ന നിലപാടാ സ്വീകരിച്ചു ആലോചിച്ച് നോക്ക്. രാഹുൽ ഗാന്ധി MP സ്ഥാനം രാജിവെച്ച് സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞെന്താണ്? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യയായി സംസാരിച്ചിട്ട് രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരം ഉണ്ടാക്കും, റെയിൽവേ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കും, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകളുടെ നിലപാട് എന്താണ്? കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യയാണ് അവിടുത്തെ മുഖ്യമന്ത്രി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹവുമായി സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ആളുകളൊക്കെ ഓർമ്മയില്ലാത്തവരെന്നാണോ ഇവരുടെ ധാരണ? വോട്ടർമാരെല്ലാം ഒന്നും ഓർമ്മിക്കാത്തവർക്ക്, എല്ലാവർക്കും ഓർമ്മയില്ലാത്തൊരു വോട്ടർമാരാണെന്ന രീതിയിൽ അവരെ കളിയാക്കുകയും അപമാനിക്കുകയും അവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ UDF നേതാക്കൾ ഇട്ടിരിക്കുന്നത്?
നാളെ പരിഹരിക്കാൻ വേണ്ടി കഴിയും സിദ്ധരാമയ്യ വിചാരിച്ചാൽ. രാത്രി യാത്രാ നിരോധനം അതിന് MP മുൻകൈ എടുക്കണം. അതിന് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മുൻകൈ എടുക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതെല്ലാം LDFിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ്, കേരള സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ കാര്യത്തിലും സമാന സ്ഥിതി തന്നെയാണുള്ളത്. റെയിൽവേയുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെയും കൂടി ഒരു ഇടപെടൽ അനിവാര്യമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒട്ടേറെ സർവേകളും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായിട്ടും കേരളത്തിലെ സർക്കാർ KRDC, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് KRDC നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി സഹകരിക്കുന്ന രീതിയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വന്യമൃഗശല്യം 1970 വനനിയമമാണ്. അത് കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രവും സംസ്ഥാനവും കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ മാറ്റം വരുത്തണമെന്ന് കേരള നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയിട്ടുണ്ട്. അതിലെല്ലാവരും ഏകകണ്ഠമായിട്ടാണ് അത് പാസ്സാക്കിയിരിക്കുന്നത്. ആ കാര്യം ലോക്സഭയിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാണോ? പ്രിയങ്ക ഗാന്ധി നാളെ വരുമ്പോൾ മറുപടി പറയാൻ തയ്യാറാവണം. അവർ തയ്യാറാണോ? അവർ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ആ നിയമം കൊണ്ടുവന്നതെന്നുള്ളത് കൊണ്ട് അതിൽ ഉന്നയിക്കാൻ അവർ താല്പര്യമില്ല എന്ന് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ ഒരു ആദിവാസി സ്ത്രീ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലം സന്ദർശിക്കാൻ അവർ വന്നു. അന്നേരം അവനോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല ഇക്കാര്യത്തിൽ. വന്യമൃഗശല്യമാവട്ടെ, അക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. കോൺഗ്രസിൻ്റെ MP കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പുതിയ നിയമം ഉണ്ടാക്കി. രാഷ്ട്രപതി ഒപ്പിടണം. കാരണം കൺകറന്റ് ലിസ്റ്റിലാണ് ഈ നിയമം കിടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് മാത്രം കഴിയില്ല. രാഷ്ട്രപതി ഒപ്പിടണം. ഒപ്പിടുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ MP പറഞ്ഞോ കാര്യങ്ങൾ? അവരതൊന്നും പറയുന്നേയില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും ഉചിതമായ രീതിയിലാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് മത്സരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത രീതിയിൽ നുണയും തട്ടിപ്പും ആളുകളെ പറ്റിക്കുകയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിട്ട് അംഗീകരിച്ച ആളാണ് കൽപ്പറ്റയിലും ബത്തേരിയിലും മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം. കുട്ടികളെ പഠിപ്പിച്ച കാര്യത്തിൽ തന്നെ തെറ്റായൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് 41 ലക്ഷം രൂപ വരെ കേരളത്തിലെ ഗവൺമെൻറ് വിവിധ പദ്ധതികളിലൂടെ നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് ചില കമ്പനികൾ, ചില സ്ഥാപനങ്ങൾ അവരെ CSR ഫണ്ട്, ആ ഫണ്ട് തൻ്റെ ഫണ്ടാണെന്ന് പറഞ്ഞ് MLA കെയർ എന്ന രീതിയിൽ കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് MLA കെയർ ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ശ്രുതിയുടെ കാര്യത്തിലും. അത് MLA കെയർ എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ അവർ പറയട്ടെ അത് MLA കെയർ ഇന്ന സ്ഥാപനത്തിൻ്റെ കാശാണ് ഞങ്ങളെടുത്ത് ഉപയോഗിച്ചെന്ന് പറയണ്ടേ? ആ രീതിയിലല്ലല്ലോ പറയുന്നത്. അത് തന്നെയാണ് ശ്രുതിയുടെ കാര്യത്തിൽ ലോകത്തോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. സിദ്ദിഖ് MLA ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ പരിക്ക് പറ്റി കിടക്കുകയായിരുന്നു. ആ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുവന്ന് ആ വാഹനത്തോട് ചേർന്ന് നിന്നിട്ടാണ് MLA ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയണം. പിന്നീട് വലിയ പണക്കൊഴുപ്പാണ് അവരുടെ പ്രചരണത്തിൽ. ഈ പണമൊക്കെ എവിടെ നിന്നാണ്? ഈ പണം മുഴുവൻ നാട്ടിൽ വലിയ ആക്ഷേപം ഉയർന്നു വന്നു. ഈ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. CJ ചാക്കോ എന്നൊരാൾ IC ബാലകൃഷ്ണനെതിരായിട്ട് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അത് ഈ MLA മുൻകൈ എടുത്ത്, കൽപ്പറ്റ സ്ഥാനാർത്ഥി കൂടിയായിട്ട് മുൻകൈ എടുത്ത് ഒത്തുതീർപ്പാക്കി. പണം എവിടുന്ന? നാട്ടുകാരോട് പറയണ്ടേ പണം എവിടുന്നാണ്? ഈ പണം മുഴുവൻ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച കാശാണെന്ന രീതിയിൽ വലിയ ചർച്ച നയത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. NM വിജയൻ്റെ മരുമകൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് തട്ടിയെടുത്ത് കൊണ്ടുപോയി കളഞ്ഞു, ഞങ്ങളെ പറ്റിച്ചു. എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കൊടുക്കാതെ പറ്റിക്കാൻ IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാൻ കൽപ്പറ്റ MLA സിദ്ദിഖാണ് അതിൻ്റെ കോപ്പി മുക്കിക്കളഞ്ഞത്. അതിൻ്റെ കോപ്പി KPCC പ്രസിഡന്റിന് കൊണ്ടുകൊടുക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കളഞ്ഞു. ഇന്ന് ആ കുടുംബത്തെ അവമാനിക്കുകയാണ്. അവർ ന്യായമായ കാര്യങ്ങൾ പറയുകയാണ്, അവരുടെ പ്രയാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തെ പോലും അപമാനിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അടുത്തിരിക്കുകയാണ്. ആ കുട്ടി കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ കുടുംബം പീഡിപ്പിച്ചതാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള, നേരിട്ട് കുടുംബം എന്നുള്ള പദം ഉപയോഗിച്ചില്ലെങ്കിലും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ കുടുംബത്തെ കളിയാക്കലാണ്. അവരെ വീണ്ടും മരണത്തിലേക്ക് തള്ളിവിടാനാണോ ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം വലിയ മൂല്യച്യുതിയിൽ അകപ്പെട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പണക്കൊഴുപ്പിൻ്റെ പേരിൽ വലിയ പ്രചരണ കോലാഹലങ്ങൾ സംഘടിപ്പിച്ച് ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന വ്യാമോഹ വലയത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, UDF. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും LDF വിജയിക്കുന്നത് ഇതിനെല്ലാം വോട്ടർമാർ മറുപടി പറയുന്നതിനും കൂടി
ഭാഗമായിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം ഊരാങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പരസ്യമായി ജനങ്ങളെ അറിയിച്ച കാര്യങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ വീടുകളെ ഇത് ബാധിക്കാൻ വേണ്ടി പാടില്ല. ഗ്യാരണ്ടിയുള്ള ഓരോന്നിനും ഇത്ര വർഷത്തെ, ഓരോന്നിൻ്റെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാൻ ഓർമ്മയില്ല, ഇത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് സാധാരണ ഒരു വീട് നിർമ്മിക്കുന്ന പോലെയല്ല ഈ വീട് നിർമ്മാണം. ഭാവിയിൽ ഒരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയണം. നാളിതുവരെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതെ ഇപ്പോൾ ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ ഒരു അഴിമതി കിടക്കട്ടെ. എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു കേരളത്തിലെ പ്രതിപക്ഷം. രമേശ് ചെന്നിത്തല ഉന്നയിച്ചു, വി ഡി സതീശൻ ഉന്നയിച്ചു. അവരെല്ലാം കോടതിയെ സമീപിച്ചു. കോടതി എല്ലാത്തിനും മറുപടി പറഞ്ഞു വിട്ടു. ഏറ്റവും ഒടുവിൽ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി, എല്ലാവരും പോയി, എല്ലാം കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞു. തെറ്റായ രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ മറ്റേ ശ്രുതിയുടെ വീടുണ്ടാക്കി കൊടുക്കാത്തതിന് മറുപടി പറയുന്നതിന് പകരം 178 പേർക്ക് വീട് കൈമാറുകയും അതുപോലെ തന്നെ മറ്റ് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആളുകൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല, ആളുകൾക്ക് ആർക്കും ഇല്ല. ആ സന്ദർഭത്തിൽ വിഷയത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രസ്താവന എന്നല്ലാതെ ആരാണ് വിലക്കെടുക്കുന്നത്? ആരാണ് അത് മുഖവിലക്കെടുക്കുക? അവിടെ വളരെ ഭംഗിയായിട്ടുള്ള വീടുകളല്ലേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും മുഖവിലക്കെടുക്കില്ല. വീട് കിട്ടിയ ദുരന്തബാധിതർ പോലും ഈ പ്രസ്താവനയോട് യോജിക്കില്ല. കാരണം അവർക്കൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ആളുകളെ കളിയാക്കുന്ന രീതിയിലും തെറ്റായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുക, നുണ പറയുക എന്ന് പറയുന്നത് ഒരു ശീലമായി എടുത്തവർ ഇതും പറയും, ഇതിലപ്പുറത്തും പറയും.